So, DIMPAL, BHL Dimple Bhal. So, today we are going to discuss or share on prevention on child sexual abuse. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാം. അതായത് പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ. അതായത് കുട്ടികളുടെ ആദ്യ സ്കൂൾ എന്ന് പറയുന്നത് സ്വന്തം വീടാണ്. ആദ്യത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്വന്തം പേരൻസ് തന്നെയാണ്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഉണ്ടാവാൻ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടായിട്ട്. സോ ഫസ്റ്റ് ആസ് എ പേരൻസ് ചെയ്യേണ്ട എന്ത് കാര്യമാണ്? ഫസ്റ്റ് ആസ് എ പേരൻറ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെ കെയർ ഗിവർ അല്ലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് കുട്ടികൾക്ക് നമ്മളോടുള്ള അല്ലെ നമുക്ക് അവരോടുള്ള കടിമ അല്ലെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വി ഷുഡ് എഡ്യൂക്കേറ്റ് അവർ സെൽഫ്. ആദ്യമേ തന്നെ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ആ എഡ്യൂക്കേഷനിൽ നമ്മൾ അഡൽട്ട്സ് ആണെങ്കിൽ പോലും നമ്മൾ തന്നെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. ഏതാണ് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, ഏതാണ് കറക്റ്റ് അല്ലാത്തുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആസ് എ പേരൻസ് ഫസ്റ്റ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ടൈപ്പിലെ ചൈൽഡ് അബ്യൂസ് ആണ് ഉള്ളത്, ഇങ്ങനത്തെ ടൈപ്പിലെ ചൈൽഡ് മൊളസ്റ്റേഴ്സ് ആണ് ഉള്ളത്, ആൻഡ് സാധ്യമായ കാരണങ്ങൾ, സാധ്യമായ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാകാം. ഗിഫ്റ്റ്സ് അല്ലെ എക്സ്ട്രാ മണി, കുട്ടികളുടെ കയ്യിൽ പെട്ടെന്ന് എക്സ്ട്രാ ഗിഫ്റ്റ്സ് അല്ലെ പൈസ ശ്രദ്ധിക്കപ്പെട്ടാൽ, ചില വ്യക്തികളോട് അവർക്ക് പെട്ടെന്ന് ഒരു അടുപ്പം അവർ കാണിക്കുന്നുണ്ടെങ്കിൽ, ചില വ്യക്തികളോടും പ്ലേസിനോടും അല്ലെ ഒരു സ്ഥലത്തിനോട് അവർക്ക് പ്രത്യേക പേടി അവർ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ പെട്ടെന്ന് അവർ അഡൽട്ട്സിനെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ, അഡൽട്ട്സ് ഉപയോഗിക്കുന്ന വാക്കുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉള്ള അഡൽട്ട്സിനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഫാമിലി മെമ്പേഴ്സിനോടിനെക്കാട്ടും കൂടുതൽ അടുപ്പം കാണിക്കുകയും, ഫിസിക്കൽ പെയിൻ അതായത് നടക്കാനും ഇരിക്കാനുമുള്ള ബുദ്ധിമുട്ട്, ഫിസിക്കൽ പെയിൻ കാരണം നടക്കാനും ഇരിക്കാനുമുള്ള ബുദ്ധിമുട്ട് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ, ബോഡിയിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ബ്രൂസസ് അതായത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പാടുകൾ ബോഡീസിലുണ്ടെങ്കിൽ, റെസിസ്റ്റൻറ്റ് അതായത് ഡ്രസ്സ് മാറുന്ന സമയത്ത് ഒരു ഹെസിറ്റൻസ് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ കുട്ടികളെ കുളിപ്പിക്കുന്ന സമയത്ത് അവർ ഒരു ഹെസിറ്റേഷനിൽ ഒരു മടി കാണിക്കുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഒരു എക്സ്ട്രോവേർട്ട് നേച്ചറിൽ നിന്ന് ഒരു ഇൻട്രോവേർട്ട് നേച്ചറിലേക്ക് ആവുക, സോഷ്യലി ഡിസ്ട്രാക്റ്റ് ആകുക, അതായത് സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആദ്യം കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് ഡിസ്റ്റൻസ് എല്ലാവരോടും കീപ്പ് ചെയ്യുക. ട്യൂഷൻ പ്ലേസസിലോ അല്ലെ പ്രത്യേകിച്ച് എക്സ്ട്രാ ക്ലാസ്സസ് അവർ തന്നെയാണ് ആദ്യം വാശിയെടുത്ത്, പിന്നീട് അവിടെ പോകാനുള്ളൊരു ഹെസിറ്റേഷൻ അല്ലെ ഒരു ബുദ്ധിമുട്ട് അവർ സൈൻസ് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് സെക്ഷൽ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ സർപ്രൈസ് ആയിട്ട് ബിഹേവ് ചെയ്യുക, അല്ലെ സെക്ഷൽ ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് ദേഷ്യത്തിൽ അവർ റിയാക്ട് ചെയ്യുക, ഭയങ്കരമായിട്ട് ആങ്കർ ഔട്ട്ബസ്റ്റ് ആകുക, അതായത് ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് ടുവേർഡ്സ് സെൽഫ് അല്ലെ മറ്റുള്ളവരോട്. പെട്ടെന്നുണ്ടായ ഇങ്ങനത്തെ ബിഹേവിയർ ചേഞ്ച് ഓഫ് പാറ്റേൺസ്. പിന്നെ നൈറ്റ് മെയർസ് അതായത് പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുക, ബാഡ് ഡ്രീംസ്, ബെഡ് വെറ്റിംഗ് അതായത് ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുക കുട്ടികൾ, ആൻഡ് ലെറ്റ്സ് സേ ഇൻഅപ്രോപ്രിയേറ്റ് അതായത് ടോയ്സിനോടും അല്ലെ പ്രത്യേകിച്ച് ഒബ്ജക്ട്സിനോടും അവർ തെറ്റായ രീതിയിൽ അതിനെ യൂസ് ചെയ്യുക. പെട്ടെന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഫുഡുകൾ ഡിസ്ലൈക്ക് ആകുക, അവർക്ക് ഇഷ്ടപ്പെടാതെ വരിക, ഫുഡ് സ്വോളോ ചെയ്യുമ്പോൾ അത് ഫുഡ് വിഴുങ്ങുമ്പോൾ അവർക്ക് ഫുഡിനോട് ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കാൻ വരുന്നു അല്ലെ ശ്രദ്ധിക്കാൻ വരുന്നു. അങ്ങനത്തെ കുറച്ച് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. പെട്ടെന്ന് പേരൻസായിട്ട് ഡിസ്റ്റൻസ് ആകുക അല്ലെ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് ചുറ്റിപ്പുറ്റി എപ്പോഴും പേരൻസിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അവർക്ക് എപ്പോഴും ഫീലിംഗ് ദേ ആർ ഓൾവേസ് ഡേർട്ടി, അവർ അഴുക്കാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാകുക. സോ അവർ പെട്ടെന്ന് അൺഹൈജീനിക് വേ ഓഫ് ലൈഫ് സ്റ്റൈല് അഡാപ്റ്റ് ചെയ്യുക, കുളിക്കാതിരിക്കുക, ഡിപ്രഷൻ, സ്റ്റോപ്പ് ടോക്കിംഗ്. ഇതൊക്കെയാണ് സാധ്യമായ മുന്നറിയിപ്പുകൾ ഒരു കുട്ടി ചൈൽഡ് സെക്ഷൽ അബ്യൂസിൻ്റെ വിക്ടിം അല്ലെ ത്രൈവർ ആണെങ്കിൽ. ഇനി സെക്കൻഡ്ലി, ഏതൊക്കെ കുട്ടികളാണ് ചൈൽഡ് അബ്യൂസ് ഇൻ ഫ്യൂച്ചറിൽ അവർ സെയിം ഏജ് കുട്ടികളായിട്ടോ അല്ലെ കുറച്ച് മുതിർന്ന കുട്ടികളായിട്ടോ അല്ലെ ചെറിയ കുട്ടികളായിട്ട് കുട്ടികൾ തന്നെ അബ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻസ്.
ആ പാറ്റേൺ ഓഫ് ബിഹേവിയറും പേരൻസിന് ശ്രദ്ധിക്കപ്പെടാം. പെട്ടെന്ന് കുട്ടികൾ ഇനി കീപ്പിംഗ് സീക്രറ്റ്സ്, അതായത് പെട്ടെന്ന് സീക്രറ്റ്സ് ഒക്കെ കുറേ സീക്രറ്റ്സ് സേവ് ചെയ്യാൻ തുടങ്ങി, അല്ലെ ഹൈഡിങ് സീക്രറ്റ്സ്, ഓർ also started behaving like an adult, check their phones regularly because അവർ കണ്ടിന്യൂസ്ലി ആയിട്ട് പോണോഗ്രാഫി അല്ലെ സെക്ഷൽ ആക്ടിവിറ്റി, റോങ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റി അവർ പ്രാക്ടീസ് ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു വീട്ടിൽ നമ്മൾ കുട്ടികളായിട്ട്, ചെറിയ കുട്ടികൾ മുതൽ അഡോളസൻസ് അല്ലെ അവർ ഏർലി അഡൾട്ട് എത്തുന്നിടം വരെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അവോയ്ഡ് അഡൾട്ട് ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ മുമ്പിൽ അഡൾട്ടറി ടോക്ക് സംസാരിക്കാതിരിക്കുക. അവർക്ക് ആ സമയത്ത് മനസ്സിലായാലും കുറച്ച് അവർ വളർന്നു വരുമ്പം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അവർ ആ വേർഡിൻ്റെ പുറകെ പോയിട്ടാണ് അവർ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഗ്രാബ് ചെയ്യുക. തേർഡ്ലി, മേക്ക് ഷുവർ ദാറ്റ് വീട്ടിൽ ഇൻ്റർനെറ്റ് അല്ലെ അങ്ങനത്തെ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ ചൈൽഡ് മോഡ് സേവ് ആക്കി വെക്കുക. ഡു നോട്ട് എൻകറേജ്. കുട്ടികളെ നമ്മൾ ഒരിക്കലും പബ്ലിക് പ്ലേസിൽ അല്ലെ മൂന്നാമത്തെ ഒരു വ്യക്തിയുടെ മുൻപിൽ എന്താ പറയുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യോ അല്ലെ യൂറിനറി പാസ് ചെയ്യോ അങ്ങനെ ചെയ്യാതെ, അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഓൾസോ ആസ് എൻ അഡൾട്ട് ഓർ ആസ് എ പേരൻസ്, നമ്മൾ നമ്മുടെ സ്വന്തം കുട്ടികളുടെ മുമ്പിൽ ഡ്രസ് ചേഞ്ചിങ് ചെയ്യാതിരിക്കുക. ബിക്കോസ് അവർ ചെറിയ കുട്ടികളാണ്, അവർക്ക് ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അമ്മ പറഞ്ഞപ്പോൾ അവർ ചെയ്തു, അതുപോലെ തന്നെ വേറൊരു മുതിർന്ന ആൾ പറയുമ്പോഴും ആ കുട്ടി അത് ചെയ്യും. വേറെ ഒരു അഡൾട്ട് സെക്ഷൽ ഡിസയറിന് വേണ്ടിയിട്ട് ഡ്രസ്സ് അവർ മാറ്റുമ്പോൾ അവർക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് അവർ കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്കാണ് മാറുന്നത്. അതുകൊണ്ടാണ് അവർ പലപ്പോഴും അത് വന്ന് പറയാൻ ബുദ്ധിമുട്ടിക്കുന്നത്. സോ ക്യൂരിയോസിറ്റി കാരണം തെറ്റായിട്ട് കിട്ടുന്ന നോളേജാണ് കുട്ടികളെ അവർ കാണുന്ന കാര്യങ്ങൾ അവർ പ്രാക്ടിക്കലി അത് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും കേസസ് ഒരേ വീട്ടിലുള്ള സിബ്ലിങ്സ് തമ്മിലുള്ള കുറേ കേസസ് ഈ കമ്മിങ് 10 years അല്ലെ 5 years ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൺ സിസ്റ്റർ ആൻഡ് ഓൺ ബ്രദേഴ്സ് ഓർ കസിൻ സിസ്റ്റേഴ്സ് ഓർ സിബ്ലിങ്സ് പ്രാക്ടീസ് ചെയ്യുന്നത്, അവരുടെ ക്യൂരിയോസിറ്റി അബൌട്ട് ദിസ് സെക്ഷൽ പ്രാക്ടീസ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോൾ കുട്ടികൾ എങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ സീക്രട്ടായിട്ട് വെക്കുന്നുണ്ടോ, അവരുടെ പാറ്റേൺ ഓഫ് ബോഡി ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ. സോ ദീസ് ആർ ദ തിങ്സ് ആസ് പേരൻറ്റ്, നോട്ട് ഓൺലി സ്ട്രേഞ്ചർ ഇസ് എ ഡേഞ്ചർ എന്ന് പറയാൻ പുറത്ത് മാത്രമല്ല, വീടിൻ്റെ ഉള്ളിൽ എങ്ങനത്തെ ഉള്ള റൈറ്റ് എൻവയൺമെൻ്റ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ആസ് എ പേരൻറ്റ്, കെയർ ഗിവർ ഓർ ടീച്ചേഴ്സ്, സാധ്യമായ മുന്നറിയിപ്പ്, എഡ്യൂക്കേറ്റിംഗ് സെൽഫ്, അവോയ്ഡിങ് അഡൽട്ട് ലൈക്ക് ബിഹേവിയർ നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ. ആൻഡ് തേർഡ്ലി, കുറേ പേരൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്, അവർക്കുണ്ടാകുന്ന കുറച്ച് കൺഫ്യൂഷൻസ് ആണ്. ബിക്കോസ് ആ ഒരു കെട്ടുകഥകൾ സൊസൈറ്റിയിൽ കുറേ സമയമായിട്ട് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ. എന്തൊക്കെയാണ് കെട്ടുകഥകൾ ഈ ഒരു ടോപ്പിക്കിന് റിലേറ്റഡ് എന്ന് ചോദിക്കുമ്പോൾ, ലെറ്റ്സ് സേ എല്ലാ ഹോമോസെക്ഷൽസും കുട്ടികളെ അബ്യൂസ് ചെയ്യും. അവരെ കണ്ടാൽ ഭയങ്കര നോർമലാണല്ലോ, അവരെ കണ്ടാൽ നല്ല മാന്യനായിട്ടുണ്ടല്ലോ, അവർ കുട്ടികളെ അബ്യൂസ് ചെയ്യൂല. തേർഡ്ലി, ഒരു സ്ട്രേഞ്ചർ മാത്രമാണ് കുട്ടികളെ അബ്യൂസ് ചെയ്യുക. പെൺകുട്ടികൾ മാത്രമാണ് അബ്യൂസ് ആകപ്പെടുക, ആൺകുട്ടികൾ വേറെ ജെൻഡേഴ്സിനും അബ്യൂസ് ആകപ്പെടത്തില്ല. ആണുങ്ങൾ മാത്രമാണ് കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കെട്ടുകഥകളാണ്. സ്ത്രീകളും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അബ്യൂസ് ചെയ്യാറുണ്ട്, വേറെ ജെൻഡേഴ്സിനെയും അബ്യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും ഒരു ഫിസിക്കൽ മാർക്സ് ഉണ്ടാവും, അതായത് ഏത് ടൈപ്പിലെ ചൈൽഡ് അബ്യൂസ് ഉണ്ടായാലും ഫിസിക്കൽ മാർക്സ് നമുക്ക് കാണാൻ സാധിക്കും. അത് കെട്ടുകഥയാണ്. കുറേ അബ്യൂസസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് നോൺ കോൺടാക്ട് ടൈപ്പ് ഓഫ് സെക്ഷൽ അബ്യൂസ് എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. സെക്കൻഡ്ലി, എല്ലാ ചൈൽഡ് മോളസ്റ്ററും എല്ലാ കുട്ടികളെയും അബ്യൂസ് ചെയ്യാറുണ്ട്. അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്. തേർഡ്ലി, ഇവർ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത് കാരണം അവരും കുട്ടിനാളിൽ അബ്യൂസ് പെട്ടതുകൊണ്ടാണ് അവർ ബാക്കി കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത്. ഇതൊരു മിത്താണ്, കെട്ടുകഥകളാണ്. ഇത് റൈറ്റ് ആയിട്ടുള്ള ഫാക്ട്സ് അല്ല. ഇത് ജസ്റ്റിഫിക്കേഷൻസ് ആണ്. അബ്യൂസ് ചെയ്യുന്ന പ്രിപ്പറേറ്റേഴ്സ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തരുന്ന കുറച്ച് ജസ്റ്റിഫിക്കേഷൻ ആണ് ഇത്. അതായത് എക്സ്പ്ലനേഷനാണ് അവർ തരുന്നത്. കുട്ടികളെ അവർ മറ്റ് അഡൽട്സിൻ്റെ അടുത്ത് നിന്ന് സേഫ് ആക്കുകയാണ്, അവർ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു ധാരണയും
ആ ഫാമിലി എൻവയൺമെൻറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ് അവർ ധാരണിക്കുന്നത്. ചൈൽഡ് അബ്യൂസസ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ചൈൽഡിനെ അല്ലെ അവർ ഒരു കുട്ടീനെ പ്രോപ്പർലി സ്റ്റഡി ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു ഇൻസിഡൻസ് ലോങ് ടേം അല്ലെ ഷോർട്ട് ടേം, ചെറിയ സമയത്ത് അല്ലെ ലോങ് ടേമിന് വേണ്ടിയിട്ട് അവർ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സാധ്യമായ മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടി, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തു, നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ വാട്ട് ഈസ് നെക്സ്റ്റ്? എന്താണ് നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത്? ലീഗൽ ഹെൽപ്പ് ആൻഡ് പ്രൊഫഷണൽ ഹെൽപ്പ് സൈമൾട്ടേനിയസ്ലി, അതായത് രണ്ടും ഒപ്പം പോകണം എന്നായിരിക്കും എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയാം. ഈ ഫീൽഡിൽ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട്. സോ ലെറ്റ്സ് സേ വാട്ട് ഈസ് പ്രൊഫഷണൽ ഹെൽപ്പ്? എന്ത് പറ്റും, എന്ത് സാധിക്കും നമ്മുടെ കുട്ടികളെ പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുത്തില്ലെങ്കിൽ എന്ത് സാധിക്കും? ആ കുട്ടികൾ കുഞ്ഞിലേ ഉണ്ടായ ഈ ഒരു അനുഭവം ദീർഘകാലം അവർ ഉണ്ടാകുന്ന ലോങ് ടേം എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡിപ്രഷൻ, ഈറ്റിംഗ് ഡിസോർഡർ, അതായത് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, കഴിക്കാതിരിക്കുക, കൂടുതൽ കഴിക്കുക, ബോഡി ഷേമിങ്, സുസൈഡൽ തോട്ട്സ്, സ്വയമേ സെൽഫ് വർത്ത് സീറോ ആയിട്ട് കാണുക, സെൽഫ് എസ്റ്റീം സീറോ ആയിട്ട് കാണുക, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, കല്യാണം കഴിഞ്ഞിട്ട് അതിന് മുമ്പിൽ പാർട്ട്ണറായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്, മൾട്ടിപ്പിൾ പാർട്ട്ണർ, ഗെറ്റിംഗ് ഇൻ ടു റോങ് പ്രാക്ടീസ് ഓഫ് സെക്ഷൽ ആക്ടിവിറ്റീസ് ഓർ ഓൾസോ ഗെറ്റിംഗ് ഇൻ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ. സോ ലോങ് ടേം അല്ല ദീർഘകാലം എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ആകാം. ഇതിൽ ചിലപ്പം ഹീൽ ചെയ്തതുമായിരിക്കാം, ചിലപ്പം ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഇത് കൊണ്ട് ജീവിതകാലം അത് ജീവിക്കും. സോ ആസ് എ പേരൻറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ കുട്ടികൾക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യണം. ഓൺ ദ അതർ സൈഡ് ലീഗൽ. സോ വാട്ട് കുഡ് ബി ദ ലീഗൽ ഹെൽപ്പ്? നമുക്ക് ഗവൺമെൻറ് തന്നിട്ടുള്ള ആനുകൂല്യമായിട്ട് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ള നമ്മൾക്ക് ഉള്ള ലീഗൽസിൻ്റെ അപ്ഡേഷൻസ് നമുക്കുണ്ടാവണം. അതായത് പോസ്കോ ആക്ട്, പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012 പാസ്സായ ഈ ഒരു ബില്ല് കുട്ടികൾ ജെൻഡർ എന്നില്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈക്വലായിട്ടുള്ള ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഒരു എൻവയൺമെൻറ്റാണ് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് വായിച്ച് നിങ്ങൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. ഐ തിങ്ക് എന്നല്ല, ഐ എം ഷുവർ ആസ് എ പേരൻറ്റ് നമ്മൾ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിഷ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. എഡ്യൂക്കേഷൻ സ്കൂളിൽ വിട്ട് സബ്ജക്റ്റ് നോളജ് മാത്രമല്ല, അവരുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും പോസിറ്റീവായ രീതിയിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ നമുക്ക് സേഫ് ചെയ്യാം. സോ പറയുന്നത് പോലെ പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്തു, നമ്മൾ എടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ അതെല്ലാം കൈകാര്യം ചെയ്തു. ഇനി സെക്കൻഡ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എഡ്യൂക്കേറ്റിംഗ് യുവർ ചൈൽഡ് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയാണ് വി ആർ കേപ്പബിൾ, അല്ലെ നമ്മളിപ്പം കംപ്ലീറ്റ് ഒരു പേഴ്സൺ ആയത് ടു എഡ്യൂക്കേറ്റ് ദ ചൈൽഡ് ഇൻ എ റൈറ്റ് വേ. ഏത് വയസ്സ് മുതലാണ് കുട്ടികളെ ഈ റോങ് ടച്ച് അല്ലെ ബാഡ് ടച്ച് അല്ലെ സേഫ് ടച്ച് അല്ലെ അൺസേഫ് ടച്ചിൻ്റെ അവയർനെസ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ 4 to 5 years ബിഗിനിങ് എന്ന് പറയാം. അതായത് അമ്മയുടെ ലാംഗ്വേജ് കുട്ടികൾക്ക് മനസ്സിലാകുന്ന സമയം മുതൽ കുട്ടികൾക്ക് ഹെൽത്തി ഫുഡ് ആൻഡ് അൺഹെൽത്തി ഫുഡിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ സേഫ് ആൻഡ് അൺസേഫ് ടച്ച്, അതായത് പ്രൈവറ്റ് ബോഡി പാർട്ട് ആൻഡ് പബ്ലിക് ബോഡി പാർട്ട് എന്താണെന്നുള്ള ഡിഫറൻസ് പേരൻസ് തന്നെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രൈവറ്റ് ബോഡി പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബോഡി പാർട്സിൽ ആരും ടച്ച് ചെയ്യാൻ പാടില്ല, അല്ലെ നമ്മൾ ആരെയും കാണിക്കാൻ പാടില്ല. വേറൊരാളുടെ പ്രൈവറ്റ് ബോഡി പാർട്സിനെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല, അത് കാണാനും പാടില്ല. കുട്ടികളായിട്ട് നിങ്ങൾ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. അവിടെ കുറച്ച് അലേർട്സ് എന്നുള്ള ഒരു പേരിൽ, അതായത് റെഡ് അലർട്ട്, കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, അതായത് അത് സ്വന്തം ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോ അറിയുന്ന നെയ്ബറിൻ്റെ കുട്ടീനെ അറിയുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് നടക്കുന്നതെങ്കിൽ അവിടെ കുട്ടികൾക്കൊരു സിഗ്നൽ ലൈക്ക് അലേർട്ട് സിഗ്നൽസ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ മദർ ആൻഡ് ചൈൽഡ് ക്യാൻ ബി ലൈക്ക് സ്പേസ് അലേർട്ട്. അതായത് നമ്മുടെ ഇത്രയും സ്പേസിൻ്റെ ഉള്ളിൽ ആർക്കും വരാൻ പാടില്ല. ഓർ ലെറ്റ്സ് സേ
സി അലേർട്ട്, ആരെങ്കിലും നമ്മുടെ ബോഡി പാർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്യാനെങ്കിലും നമുക്ക് വേർഡ് സി യൂസ് ചെയ്യാം. അല്ലെ ടച്ച് അലേർട്ട്, ആരെങ്കിലും നമ്മുടെ ബോഡി പാർട്ട് എവിടെയെങ്കിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടച്ച് എന്നുള്ളൊരു വേർഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്രിയേറ്റ് വെരി സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ചൈൽഡ്. കുട്ടിയും അമ്മയും തമ്മിൽ, പേരൻസ് തമ്മിലുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ്. ക്രിയേറ്റ് എ ബോണ്ട്, കമ്മ്യൂണിക്കേറ്റ് യുവർ ചൈൽഡ്, ബിലീവ്, അവർ പറയുന്നത് വിശ്വസിക്കുക, എൻഷുർ, അവരെ എൻഷുറിറ്റി കൊടുക്കുക, ഷ്യൂറിറ്റി കൊടുക്കുക, നിങ്ങൾ കുട്ടീനെ സേഫ് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി ഇങ്ങനെ ഒരിക്കലും മുന്നോട്ട് സാധിക്കില്ല, ഞങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ഇങ്ങനെ പറ്റിയതാണ്, ക്ഷമിക്കണം എന്നുള്ള ആ വിശ്വാസം നിങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നതായിരിക്കും. ദാറ്റ് ഇൻ ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഇൻസിഡൻസ് കുട്ടി ഡെഫിനറ്റ്ലി നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യും. ഇത് ആസ് എ പേരൻറ്റ് എന്ന് ഞാൻ വീണ്ടും പറയുമ്പം കൂടുതലും അമ്മമാരാണ് കുട്ടികളായിട്ട് ഇങ്ങനത്തെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഐ വുഡ് സജസ്റ്റ് ആൻഡ് ഐ വുഡ് ഗൈഡ് അച്ഛൻ ആൻഡ് അമ്മ, അവർ രണ്ടുപേരാണ് നമ്മൾ പേരൻ്റ് എന്ന് വിളിക്കുക. കുട്ടികളുടെ ജീവിതത്തിൽ ഇവർ രണ്ടുപേരുടെ റോള് ഈക്വലി ആയിരിക്കണം. ട്രൈ യുവർ മാക്സിമം കുട്ടികൾക്ക് അച്ഛൻ്റെ റോളും അമ്മയുടെ റോളും ഈക്വലി കൊടുക്കുക. രണ്ടുപേരുമായിരിക്കണം കുട്ടികൾക്ക് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക. എന്നാൽ മാത്രമാണ് കുട്ടികൾ ഇതിൻ്റെ ഒരു റൈറ്റ് ആയിട്ടുള്ള അതിനെ ഗ്രാസ്പ് ചെയ്യുക. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് കുട്ടികൾ ഒരിക്കലും ഓക്കെ സയൻസ് ഡിംപിൾ പറയുന്നതല്ല, കുട്ടികൾക്ക് വേണ്ടി സ്റ്റഡി ചെയ്യുന്ന പ്രൊഫഷണൽസ് സയൻസ് ആൻഡ് സോ മെനി സ്റ്റഡീസ് പറയുന്നതാണ്, റിഫ്രേസ് ചെയ്യുന്നതാണ്, കുട്ടികൾ ഒരിക്കലും ഒരു കാര്യവും സ്വന്തമായിട്ട് പഠിക്കാറില്ല. ദേ ഓൾവേസ് റോൾ മോഡൽ ദ ബിഹേവിയർ. അവർ എല്ലാ ബിഹേവിയറും നമ്മുടെ ചുറ്റുപാടത്തിൽ നിന്ന് കണ്ടാണ് പഠിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വാട്ട് എൻവയൺമെൻറ്റ് വി പ്രൊവൈഡ് ടു ദ ചൈൽഡ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എന്ത് കണ്ടു വളരണം, എങ്ങനെ വളരണം എന്ന് നമ്മളാണ് കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. So thank you. We can save every child because every smile matters and every child matters.